ഉച്ചകഴിഞ്ഞ സമയം മാറ്റമില്ലാത്ത കർത്താവിന്റെ വരവിനെ നിങ്ങളുടെ മധ്യയെ വിളിച്ചറിയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലയേറിയ സമയത്തിനകത്ത് നിന്നും അല്പനിമിഷം മാത്രം ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ വരവിനെ ഞങ്ങൾ ഘോഷിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്ന സമയമായി മാറുന്ന ഒന്നാകും. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ ഏറ്റവും അധികമായി നിന്ദിക്കുകയും കളിയാക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഞാനും. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി സുവിശേഷം നിന്ദിച്ച ഞങ്ങളൊക്കെ എന്ത് പരസ്യമായി നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാൻ കാരണമാക്കിയത് എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ചെയ്ത ശേഷം ഒന്നിനെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന കളിയാക്കി യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് എന്നുള്ളത്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70, അതിലധികമായി 80 വർഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഈ 80 വർഷം കൊണ്ട് ജീവിച്ചു തീർക്കുന്നതല്ല സമൃദ്ധിയായ ജീവിതം. ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണം മനുഷ്യൻ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും ചെന്നെത്തില്ല എന്നുള്ള ദൈവികമായ ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളുടെ മധ്യയെ കേൾക്കുവാൻ പിന്നെയും അധികമായ ആളുകൾ അയക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കി നിന്ദിക്കുകയും ചെയ്യുമ്പോൾ, സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിലേക്ക് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്ന സുവിശേഷമെന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം എത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പഠിപ്പിലാണ് ജീവിതമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്ത് സന്തോഷം കണ്ടെത്തിയ ജീവിതമായിരുന്നു. ആരെയും അനുസരിക്കാതെ, ആരെയും വകവെക്കാതെ പോലീസുകാർക്ക്, എസ്ഐസുകാർക്ക്, സ്വന്തക്കാർക്ക്, നാട്ടുകാർക്ക് തലവേനയെ മാറിയ ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കുവാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി ഒരു സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. നിത്യമായ ഒരു ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാപിയാണ് എന്നുള്ളത്. പാപത്തിലേക്ക് പോയ മനുഷ്യൻ പാപത്തിൽ രസിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ ഏറ്റവും അധികമായി പണമെടുക്കുന്ന ഒന്നാണ് അന്നദാനം കൊടുക്കുന്നത്. ഇന്ന് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം കാണുവാൻ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും അനാഥാലയങ്ങളെ കൊണ്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ താൻ ഇതുവരെമായി ചെയ്തിരുന്ന സകല പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപത്തെ മാറ്റുവാൻ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും മനുഷ്യന് പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല. കാരണം രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. രക്തശുദ്ധീകരിക്കപ്പെടാതെ പാപ സ്വഭാവമോ പാപത്തിന് മോചനം പ്രാപിക്കാൻ കഴിയുന്നത് ഒന്നല്ല.
എങ്ങനെയാണ് രക്തം ശുദ്ധീകരിക്കേണ്ടത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് ഈ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റിയാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരികെന്നാൽ പാപമില്ലാത്തവനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരു മനുഷ്യനെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യ സന്ദേശമാണ് ഞങ്ങൾ ഇന്ന് വിളിച്ചറിയിക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ. ആയതിനാൽ പാപത്തിലായിരിക്കുന്ന മനുഷ്യന് വീണ്ടെടുപ്പുണ്ടാകണം. ഒരു വീണ്ടുജന്മം പ്രാപിക്കാതെ ഒരു മനുഷ്യൻ നിത്യമായ രക്ഷയിലേക്കോ നിത്യജീവിലേക്കോ പോകുവാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപിയായ ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ കടിച്ചുണ്ടപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമായിരുന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം അനുസരണക്കേട് കാണിച്ച നിമിത്തം മനുഷ്യൻ പാപത്തിലേക്ക് മരണത്തിലേക്ക് പോകുവാനിടവന്ന് പാപത്തിലേക്ക് പോയ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുവാനിടവന്ന് അതേ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിക്കുവാനിടവന്ന് അതിനെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സത്യദൈവമായ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കേൾക്കുന്ന അവരുടെ കൂടെയും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ള തിരുവചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ കാതിൽ മുഴുകി കേൾക്കുന്ന ഈ സന്ദേശം ദൈവത്തിന്റെ സന്ദേശമാണ്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകല്ലേ എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായ ശുശ്രൂഷകൾ. അതുകൊണ്ട് പാപത്തിലേക്ക് പോയ മനുഷ്യർ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെയും നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമാകുകയും കല്ലറയെ ഭരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം ഇവിടെ എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആയതിനാൽ വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും കുറവില്ല, കുഴപ്പമില്ല, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനമുണ്ട്. മരണം കൊണ്ട് രക്ഷപ്പെട്ട് മരണം കൊണ്ടല്ല അവസാനിച്ചു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ വേദപുസ്തകമായി പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യരോട് നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ സകല മനുഷ്യരും ഒരിക്കൽ ന്യായവിധിയെ അടുക്കൽ ചെല്ലേണ്ടതായി വരും. അന്ന് യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും ജീവന്റെ പുസ്തകത്തിൽ കിടന്ന സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. ആ തീപ്പൊയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ അധികമായി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആയതിനാൽ തന്നിരിക്കുന്ന ജീവിതം എവിടെയാണ് ഇനി വസിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട സമയമാണ് ജീവിച്ചിരിക്കുന്ന സമയം. മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രാർത്ഥനകളും ഏതെല്ലാം കർമ്മങ്ങൾ നടത്തിയാലും മരിച്ചുപോയ വ്യക്തി ആത്മാവിനെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നാം എല്ലാം വെളിപ്പെടുന്ന ദിവസം ഉണ്ടാകുന്നുണ്ട്. ആ ദിവസം വളരെ വിദൂരമല്ലാത്തതിനാൽ ഈ കിട്ടുന്ന ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി കൽവരി ചൊരിഞ്ഞ രക്തം. ആ രക്തത്തിൽ മാത്രമാണ് നിത്യമായ ജീവനിലേക്ക് മനുഷ്യന് കടന്നു പോകാൻ കഴിയുമെന്നുള്ള സത്യ സന്ദേശത്തെ ഓർമ്മപ്പെടുത്തിക്കുമ്പോൾ ഒരു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് പാപിയായ മനുഷ്യനാണ് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ കടിക്കുന്നപ്പാണെങ്കിലും അതിന് ഹിതം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല യേശുവിനെയാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. മടങ്ങി വരിക. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ സന്ദേശം നിങ്ങൾ പിന്നെയും അധികമായി കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോകുകയാണ്. നിത്യരക്ഷകനായ ക്രിസ്തുവിന് വരവടുത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ ഈ സന്ദേശത്തിന്റെ ജീവിതത്തെ നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.